പൊണ്ണത്തടിക്കുള്ള പുതിയ ഓറൽ ചികിത്സയ്ക്ക് UAE-യിൽ അംഗീകാരം. എലിലിലിയൻ കമ്പനി വികസിപ്പിച്ചെടുത്ത ഫൗണ്ടയോ എന്ന മരുന്നിനാണ് എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് അംഗീകാരം നൽകിയത്. അതത് രാജ്യങ്ങളിലെ ഔദ്യോഗിക ഏജൻസികൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഊഹാപോഹങ്ങളില്ല, ആവേശമില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. ഹോർമൂസ് കടലിടുക്ക് കടന്ന് LNG ടാങ്കർ. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ LNG ടാങ്കറാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നത്. ഇതൊരു പ്രധാന വഴിത്തിരിവിൻ്റെ സൂചനയാണെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. റഷ്യൻ ശതകോടീശ്വരനായ അലക്സി മൊർദോഷോവിൻ്റെ ഒരു സൂപ്പർ യാട്ടും ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചതായാണ് റിപ്പോർട്ട്. അതേസമയം വെടിനിർത്തൽ നിലനിൽക്കെ ഇന്നും ഇസ്രായേൽ ലെബനനിൽ ആക്രമണം തുടരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതി അവലോകനം ചെയ്ത് അമേരിക്ക. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുമുള്ള ഇറാനിയൻ സമാധാന പദ്ധതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ദേശീയ സുരക്ഷാ സംഘം ഇപ്പോൾ അവലോകനം ചെയ്യുകയാണ്. അതേസമയം ഇറാന്റെ ഏറ്റവും പുതിയ നിർദ്ദേശത്തിൽ ട്രംപ് തൃപ്തനല്ലെന്നാണ് റിപ്പോർട്ട്. ഇറാനും റഷ്യയുമായുള്ള അടുത്ത ബന്ധത്തിലും ട്രംപ് തൃപ്തനല്ലെന്നാണ് സൂചന. അമേരിക്കയുടെ ആധിപത്യം അവസാനിച്ചതായി ഇറാൻ. മറ്റ് രാജ്യങ്ങളുടെ നയം ആജ്ഞാപിക്കാൻ ഇനി അമേരിക്കയ്ക്ക് കഴിയില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. മറ്റ് രാജ്യങ്ങളുമായി പ്രതിരോധ ആയുധങ്ങൾ പങ്കിടാൻ തയ്യാറാണെന്നും പ്രത്യേകിച്ച് ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ അംഗങ്ങളുമായി ആയുധങ്ങൾ പങ്കിടാൻ തങ്ങൾ തയ്യാറാണെന്നും ഇറാൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി റസ തലായി അറിയിച്ചു. തങ്ങളുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ പരാജയത്തിൻ്റെ അനുഭവങ്ങൾ സംഘടനയിലെ മറ്റ് അംഗങ്ങളുമായി പങ്കിടാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് പ്രതിസന്ധി ആഗോള വ്യാപാരത്തിനും ഊർജ്ജ സുരക്ഷയ്ക്കും അപകടമെന്ന് സൗദി അറേബ്യ. അഭൂതപൂർവമായ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, പാരിസ്ഥിതിക പ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ ലോകം നേരിടുന്ന സമയത്ത് സമുദ്രസഞ്ചാരത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് മുമ്പെന്നത്തെക്കാളും പ്രധാനമാണെന്ന് സൗദി അറേബ്യയുടെ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധി അബ്ബാസ് അസീസ് അൽ വാസിരി മുന്നറിയിപ്പ് നൽകി. സമുദ്ര സുരക്ഷയെയും നാവിക സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള ഉന്നതതല UN സുരക്ഷാ കൗൺസിലിൻ്റെ ചർച്ചയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. APJ സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റ് ഡിസൈനിൽ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചറിൽ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.seed.edu.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0019465048048. ഡമാക്കിസിലെ എംപോറിയ സ്പോർട്സ് അക്കാഡമിയിൽ നടക്കുന്ന സേഫ് കെയർ മുഖ്യ പ്രായോജകരായ D2 കേരള പ്രീമിയർ ലീഗിൽ പെരിയാർ പാന്തസിന് വിജയം. പമ്പ പവർ റേഞ്ചേഴ്സിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്.